Hello students, welcome back to Plus 2 Economics Online Classroom. Introduction to Microeconomics. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരാമുഖം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 2008 മുതൽ 2017 വർഷം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 2008 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 5 മാർക്കിനുള്ള ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഹൗ ഈച്ച് ഓഫ് ദി ഫോളോയിങ് അഫക്ട്സ് ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓഫ് ആൻ ഇക്കണോമി. താഴെ കൊടുത്തിരിക്കുന്നവ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദന സാധ്യതാ വക്രത്തെ എങ്ങനെ ബാധിക്കുന്നു? താഴെ 4 സ്റ്റേറ്റ്മെന്റ്സ് 4 പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ 4 പ്രസ്താവനകളും ഓരോന്നും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC അല്ലേ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, ഉൽപാദന സാധ്യത അതിർത്തി, ഇതിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? PPCയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ദർ ആർ 2 ഷിഫ്റ്റ് ഇൻ ദി PPC കർവ് അല്ലേ. PPC വക്രത്തിൽ 2 തരം മാറ്റങ്ങളാണ് ഉള്ളത്. റൈറ്റ് വേർഡ് ഓർ അപ്വേർഡ് ഷിഫ്റ്റ്, മുകളിലേക്ക് അല്ലെങ്കിൽ വലതുവശത്തേക്കുള്ള മാറ്റം. ദെൻ ലെഫ്റ്റ് വേർഡ് ഓർ ഡൗൺവേർഡ് ഷിഫ്റ്റ്, ഇടതുവശത്തേക്ക് അല്ലെങ്കിൽ താഴേക്കുള്ള മാറ്റം. ഇതാണ് PPCയിൽ ഉണ്ടാകുന്ന 2 മാറ്റങ്ങൾ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് ഓരോന്നായിട്ട് വായിക്കുന്നു. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഓരോ പ്രസ്താവനയും PPCയിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാക്കുന്നത്, അതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോളൂ. ദ നമ്പർ ഓഫ് എംപ്ലോയിഡ് വർക്കേഴ്സ് ഇൻക്രീസ്, തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബി, രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കോളൂ. സുനാമി ഡിസ്ട്രോയ്സ് സം പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്, സുനാമിയുടെ ഫലമായി ചില ഉൽപാദന സൗകര്യങ്ങൾ നശിക്കുന്നു. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് സി, മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കോളൂ. ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡി, നാലാമത്തെ പ്രസ്താവന നോക്കിക്കോളൂ. ഇൻക്രീസ് ഇൻ ഫ്യൂവൽ പ്രൈസ്, ഇന്ധനവില വർദ്ധിക്കുന്നു. ഓക്കെ, ഇത്രയാണ് 4 പ്രസ്താവനകൾ, 4 സ്റ്റേറ്റ്മെന്റുകൾ. ഇനി ഇതിൽ ഓരോ പ്രസ്താവനയും അത് PPCയിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാക്കുന്നത്, അതാണ് നമുക്ക് എഴുതേണ്ടത്. അതിനാണ് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദ നമ്പർ ഓഫ് എംപ്ലോയിഡ് വർക്കേഴ്സ് ഇൻക്രീസ്, തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ വർദ്ധിക്കും അല്ലേ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഉൽപാദനം വർദ്ധിക്കും. ഉൽപാദനം വർദ്ധിച്ചു കഴിഞ്ഞാൽ PPC എന്ത് മാറ്റം ഉണ്ടാവും? PPC ഷിഫ്റ്റ് അപ്വേർഡ് ഓർ റൈറ്റ് വേർഡ്, PPC പുറത്തേക്ക് അല്ലെങ്കിൽ വലതുവശത്തേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് മാറുന്നു. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ പ്രസ്താവന ബി എന്തായിരുന്നു? സുനാമി ഡിസ്ട്രോയ്സ് സം പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്, സുനാമിയുടെ ഫലമായി ചില ഉൽപാദന സൗകര്യങ്ങൾ നശിക്കുന്നു. ഓക്കെ, ഒരു നാച്ചുറൽ കലാമിറ്റി ആണ് അല്ലേ, ഇതിന്റെ ഫലമായിട്ട് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഡിസ്ട്രോയ് ചെയ്തു, നശിക്കപ്പെട്ടു. ഇങ്ങനെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് നശിച്ചു പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കുമോ? ഇല്ല. പ്രൊഡക്ഷൻ നടക്കാനുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ, അതുപോലെ സാമഗ്രികളാണ് നശിച്ചു പോയത്. ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ നടത്താൻ കഴിയോ? ഇല്ല. പ്രൊഡക്ഷന്റെ അളവ് ആനുപാതികമായിട്ട് കുറയും. അപ്പോൾ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ PPCയിൽ എന്ത് മാറ്റം ഉണ്ടാവും? PPC ഷിഫ്റ്റ് ഡൗൺവേർഡ് ഓർ ലെഫ്റ്റ് വേർഡ്, PPC എങ്ങോട്ട് മാറും? ഇടതുവശത്തേക്ക് അല്ലെങ്കിൽ താഴേക്ക് മാറുന്നു. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് സി, മൂന്നാമത്തെ പ്രസ്താവന എന്തായിരുന്നു? ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്, മൂലധന തീവ്ര സാങ്കേതിക വിദ്യയുടെ വരവ് അല്ലെങ്കിൽ
അത് അവതരിപ്പിക്കുന്നു. അതെന്തിന് കാരണമാവും? കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ടെക്നോളജി, കൂടുതൽ യന്ത്രങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപാദന രീതിയാണ്. ഇത് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ PPC എങ്ങോട്ടേക്ക് മാറും? ഷിഫ്റ്റ് അപ്വേർഡ് ഓർ റൈറ്റ്വേർഡ്. PPC വലതുവശത്തേക്ക് മാറുന്നു. ഓക്കെ, ഇനി ഡി സ്റ്റേറ്റ്മെന്റ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻക്രീസ് ഇൻ ഫ്യൂവൽ പ്രൈസ്. ഇന്ധനവില വർദ്ധിക്കുന്നു. ഇന്ധനവില വർദ്ധിച്ചു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളുടെ കോസ്റ്റ്, അതിന്റെ ചെലവും വർദ്ധിക്കുന്നു അല്ലേ? മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം ഗതാഗത മാർഗം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് റോ മെറ്റീരിയൽസ് എത്തിക്കുന്നത് അല്ലേ? അപ്പോൾ ഫ്യൂവൽ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങളുടെ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എന്താണ്? കുറച്ച് കുറയും അല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ അളവ് കുറഞ്ഞു വരും. പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ PPC എങ്ങോട്ടേക്ക് മാറും? ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ് ഓർ ഡൗൺവേർഡ്. PPC ഇടതുവശത്തേക്ക് അല്ലെങ്കിൽ താഴേക്ക് മാറുന്നു. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2 മാർക്കിനുള്ള ചോദ്യമാണ് കേട്ടോ. ബിലോ ഈസ് ഗിവൺ എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ. താഴെ ഒരു ഉൽപാദന സാധ്യത പട്ടിക തന്നിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം. ഓക്കെ, സാധാരണ നമ്മൾ 2 കോളങ്ങളായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂള് റോ ആയിട്ടാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരേ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കോളം പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആണ്, ഉൽപാദന സാധ്യതകളാണ്. 2 ഗുഡ്സ് ആണുള്ളത്, 2 സാധനങ്ങളാണുള്ളത്. ഇതിൽ ഗുഡ് 1 അല്ലെങ്കിൽ ഗുഡ് X, സാധനം 1 അല്ലെങ്കിൽ സാധനം X എന്താണ്? റൈസ്, അരിയാണ്. അതുപോലെ ഗുഡ് 2 അല്ലെങ്കിൽ ഗുഡ് Y, സാധനം 2 അല്ലെങ്കിൽ സാധനം Y ഏതാണ്? കോട്ടൺ, പരുത്തിയാണ്. ഓക്കെ, അപ്പോൾ റൈസ്, കോട്ടൺ ഇവ രണ്ടുമാണ് സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ, ഗുഡ്സ്. A, B, C, D, E ആൻഡ് F, ഇത്രയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്. 7 ഉൽപാദന സാധ്യതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസിലുമുള്ള അരിയുടെയും പരുത്തിയുടെയും കോമ്പിനേഷനുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എ എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി നോക്കിക്കേ, 0 350 ആണ്. ബി നോക്കിക്കേ 50 300 ആണ്. സി നോക്കിക്കേ 75 250 ആണ്. ഡി 120 170 ആണ്. ഇ 150 100 ആണ്. എഫ് 180 50 ആണ്. ജി 210 0 ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കോമ്പിനേഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സബ് ക്വസ്റ്റ്യൻ, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂള് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കേണ്ട 2 കാര്യങ്ങൾ, അതാണ് ഇവിടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സബ് ക്വസ്റ്റ്യൻ എ, ഡ്രോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഉൽപാദന സാധ്യത പട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ പട്ടിക ഉപയോഗിച്ച് ഉൽപാദന സാധ്യത വക്രം വരയ്ക്കുക, PPC വരയ്ക്കുക. അതാണ് സബ് ക്വസ്റ്റ്യൻ എ. സബ് ക്വസ്റ്റ്യൻ ബി, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്രിപ്പയർ ദി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻ എ ടേബിൾ ബേസ്ഡ് ഓൺ ദി PPC. അതായത് ഈ പട്ടികയിൽ നിന്ന് MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സീമാന്ത അവസരാത്മക ചെലവ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ 2 സബ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഈ ഒരു ടേബിളിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത്. ആൻസർ ശ്രദ്ധിക്കാം. സബ് ക്വസ്റ്റ്യൻ എ, ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? PPC വരച്ചിട്ടുണ്ട്. X ആക്സിസിൽ ഗുഡ് 1 റൈസ്, അരിയാണ്, മാർക്ക് ചെയ്തിട്ടുണ്ട്. Y ആക്സിസിൽ കോട്ടൺ, പരുത്തിയാണ്, സാധനം 2 അല്ലെങ്കിൽ ഗുഡ് 2. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കോമ്പിനേഷനുകൾ നോക്കിയിട്ട് ഇതിൽ X ആൻഡ് Y ആക്സിസ് സ്കെയിൽസ് മാർക്ക് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ച് വേണം മാർക്ക് ചെയ്യാൻ. ഇതിൽ ഓരോ കോമ്പിനേഷനിന്റെയും അല്ലെങ്കിൽ ഓരോ സംഖ്യയുടെയും പ്രത്യേകത
അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങൾ നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ, നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എടുക്കുന്ന സ്കെയില് കൂടുന്തോറും കർവിൻ്റെ വലുപ്പം കുറഞ്ഞു വരും. സ്കെയിലിൻ്റെ അളവ് കുറയും തോറും കർവിൻ്റെ വലുപ്പം കൂടി വരും. നമുക്കറിയുന്ന കാര്യം അല്ലേ? നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് വേണം, അതുപോലെ സംഖ്യകളുടെ പ്രത്യേകതയും നോക്കിയിട്ട് വേണം എക്സ് ആൻഡ് വൈ ആക്സിസ് മാർക്ക് ചെയ്യാൻ. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ എ നമ്മൾ കണ്ടുപിടിച്ചു, PPC വരച്ചു. ഇനി സബ് ക്വസ്റ്റ്യൻ ബി എന്തായിരുന്നു? MOC കണ്ടുപിടിക്കണം അല്ലേ? ഈ ഒരു ടേബിളിൽ നിന്ന് MOC കണ്ടുപിടിക്കണം. MOC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. സാധനം 2ന്റെ അളവിലുണ്ടായ വ്യത്യാസത്തിനെ സാധനം 1ന്റെ അളവിലുണ്ടായ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഹരണം നടത്തി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ സീമാന്ത അവസരാത്മക ചെലവ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും കൃത്യമായിട്ട് അത് മനസ്സിൽ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കേ, MOC ഒന്നാമത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എ ആണ്. അവിടെ MOC ഉണ്ടായിരിക്കുമോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ MOC ഉണ്ടാവില്ല, നില്ലായിരിക്കും. ആണല്ലോ? അതെ. രണ്ടാമത്തെ MOC നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. സാധനം 2ന്റെ അളവിലുണ്ടായ വ്യത്യാസത്തിനെ സാധനം 1ന്റെ അളവിലുണ്ടായ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സാധനം 2 പരുത്തിയാണ്. പരുത്തിയിലുണ്ടായ വ്യത്യാസം എത്രയാ? 350 മൈനസ് 300 50 ആണ്. അരിയുടെ അളവിലുണ്ടായ വ്യത്യാസം എത്രയാ? 50 മൈനസ് 0 50 ആണ്. 50 ബൈ 50 1 ആണ്. ഇനി അടുത്ത MOC എങ്ങനെ കണ്ടുപിടിക്കാം? 300 മൈനസ് 250 50 ആണ്. നെക്സ്റ്റ് 75 മൈനസ് 50 25 ആണ്. 50 ഹരിക്കണം 25 2 ആണ്. ഓക്കെ, അങ്ങനെ ഓരോ MOCയും നിങ്ങൾ കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ MOC നില്ലാണ്, അതിനുശേഷം 1 2 1.78 2.33 1.67. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് 2009 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 1 മാർക്കിനുള്ള ചോദ്യമാണ് കേട്ടോ. മൈക്രോ ഇക്കണോമിക്സ് ഈസ് അതർവൈസ് നോൺ ആസ് പ്രൈസ് തിയറി. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം വില സിദ്ധാന്തം എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉത്തരം ന്യായീകരിക്കുക അല്ലെങ്കിൽ സാധൂകരിക്കുക. ഓക്കെ, ആൻസർ എന്താണ്? യോജിക്കുന്നുണ്ട്. യെസ് അല്ലേ? മൈക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം വില സിദ്ധാന്തം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. മറ്റ് 2 പേരുകൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഡിമാൻഡ് തിയറി ആൻഡ് കോസ്റ്റ് തിയറി. ചോദന സിദ്ധാന്തം അതുപോലെ ചെലവ് സിദ്ധാന്തം എന്നീ പേരുകളിൽ കൂടെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ ഇക്കണോമിക്സ് അറിയപ്പെടുന്നു. ഓക്കെ, അതുപോലെ മാക്രോ എക്കണോമിക്സ് അതിനെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ മറ്റു പേരുകളും പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഓർമ്മ വേണം. ഇവിടെ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 4ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2 മാർക്കിനുള്ള ചോദ്യമാണ്. സം ഇക്കണോമിക് വേരിയബിൾസ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ഇൻ എ ടേബിൾ ബേസ്ഡ് ഓൺ 2 branches ഓഫ് ഇക്കണോമിക്സ്. ഗിവ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ടു ദി കോളം. താഴെ കൊടുത്തിരിക്കുന്ന ഇക്കണോമിക് വേരിയബിൾസ് അഥവാ സാമ്പത്തിക ചരങ്ങളെ ഉചിതമായി തരം തിരിച്ചുകൊണ്ട് പട്ടിക രൂപത്തിൽ എഴുതുക. പട്ടികയിലെ കോളങ്ങൾക്ക് ഉചിതമായ പേര് അല്ലെങ്കിൽ തലക്കെട്ട് നൽകുക. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. 2 ബ്രാഞ്ചുകൾ, ഇക്കണോമിക്സിലെ 2 ശാഖകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് ആൻഡ്
മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നീ 2 കോളങ്ങളാക്കിയിട്ട് ഇനി പറയുന്ന വേരിയബിൾസിനെ കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, അത്രയാണ് ചോദ്യം. ഈ പാറ്റേണിലുള്ള ചോദ്യം ഒരുപാട് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഇക്കണോമിക് വേരിയബിൾസ്. ഓക്കെ, ഓരോന്നായിട്ട് എടുക്കാം. ഒന്നാമത്തേത് ജനറൽ പ്രൈസ് ലെവൽ, പൊതുവില നിലവാരം, അഗ്രഗേറ്റ് കൺസംഷൻ, മൊത്തം ഉപഭോഗം, റെന്റ് ഫോർ എ ഹൗസ് ഇൻ എ സിറ്റി, പട്ടണത്തിലെ ഒരു വീടിന്റെ വാടക, ഡിമാൻഡ് ഫോർ ഫിഷ് ഇൻ എ ലോക്കൽ മാർക്കറ്റ്, പ്രാദേശിക വിപണിയിലെ മത്സ്യത്തിന്റെ ചോദനം. ഞാൻ ഈ വേരിയബിൾസ് ഓരോന്നായിട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് വരണം. അത് മൈക്രോ എക്കണോമിക്സ് ആണോ മാക്രോ എക്കണോമിക്സ് ആണോ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിരിക്കണം. ക്ലിയർ ആണല്ലോ? നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോളൂ, 2 കോളങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ്, മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പട്ടണത്തിലെ ഒരു വീടിന്റെ വാടക, റെന്റ് ഫോർ എ ഹൗസ് ഇൻ എ സിറ്റി, മൈക്രോ എക്കണോമിക്സ് ആണ്. സിറ്റിയിൽ ഒരുപാട് വീടുകളുണ്ട്, അതിൽ ഒരു വീടിന്റെ റെന്റ്, വാടകയാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡിവിജ്വൽ യൂണിറ്റ്, വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലാണ് അല്ലെ? സെക്കൻഡ്, പ്രാദേശിക വിപണിയിലെ മത്സ്യത്തിന്റെ ചോദനം, ഡിമാൻഡ് ഫോർ എ ഫിഷ് ഇൻ എ ലോക്കൽ മാർക്കറ്റ്. ഓക്കെ, ഒരുപാട് മാർക്കറ്റുകൾ ഉണ്ട് അല്ലെ? ഒരു സെൻട്രൽ മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ താഴെയായിട്ട് സബ് ഡിവിഷൻസ് ആയിട്ട് ലോക്കൽ മാർക്കറ്റുകളും ഉണ്ട്. അതിൽ ഒരു ലോക്കൽ മാർക്കറ്റിലെ ഫിഷിന്റെ ഡിമാൻഡ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പ്രാദേശിക വിപണികൾ ഉണ്ട്, അതിൽ ഒരു പ്രാദേശിക വിപണിയെക്കുറിച്ചാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. അതുകൊണ്ട് അത് മൈക്രോ ഇക്കണോമിക്സ് ആണ്. ഓക്കെ, മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഏതൊക്കെയാണ്? പൊതുവില നിലവാരം, ജനറൽ പ്രൈസ് ലെവൽ അറിയാം. സെക്കൻഡ്, മൊത്തം ഉപഭോഗം, അഗ്രഗേറ്റ് കൺസംഷൻ, അഗ്രഗേറ്റ് അല്ലേ? ആ വാക്ക് ഓർത്ത് വെക്കണം. സിമ്പിൾ ആണല്ലോ, 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. നെക്സ്റ്റ്, 2010 സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1 മാർക്കിനുള്ള ചോദ്യമാണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5, എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ഈസ് ഗിവൺ ബിലോ. ഒരു ഉൽപാദന സാധ്യത പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കോളം ഗുഡ് വൈ ആണ്, സാധനം വൈ ആണ് അല്ലെങ്കിൽ സാധനം 2. ഓക്കെ, രണ്ടാമത്തെ കോളം ഗുഡ് എക്സ്, സാധനം എക്സ് അല്ലെങ്കിൽ സാധനം 1. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ചോദിക്കാട്ടോ, നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. സാധനം 2 ആദ്യം എഴുതാം. ഓക്കെ, അതിനുശേഷം സാധനം 1, അങ്ങനെയൊക്കെ എഴുതാം. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കണം. MOC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഓർത്തു വെക്കുക. അത് കോളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പോലും ഇക്വേഷൻ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഗുഡ് വൈ അതുപോലെ ഗുഡ് എക്സ് അതിൻ്റെ കോമ്പിനേഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സീമാന്ത അവസരാത്മക ചെലവാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടേബിൾ ശരിക്കും നോക്കിയല്ലോ. സബ് ക്വസ്റ്റ്യൻ എ എന്താണ്? കാൽക്കുലേറ്റ് MOC, സീമാന്ത അവസരാത്മക ചെലവ് കണ്ടുപിടിക്കുക. ഓക്കെ, അതിലെ സബ് ക്വസ്റ്റ്യൻ ബി, വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് PPC. ഈ ഒരു MOC കണ്ടുപിടിച്ച ശേഷം നിങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം എന്താണ്? PPCയുടെ ഷേപ്പ് അല്ലെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി എന്താണ്? ഓക്കെ, അപ്പോൾ ആദ്യം സബ് ക്വസ്റ്റ്യൻ എ ആൻസർ ചെയ്യാൻ വേണ്ടി പോവാണ്. MOC കാൽക്കുലേറ്റ് ചെയ്യാണ്. ശ്രദ്ധിച്ചോളൂ, ഒന്നാമത്തെ MOC ഉണ്ടായിരിക്കുമോ? ഇല്ല. ഒന്നാമത്തെ കോമ്പിനേഷനിൽ MOC ഉണ്ടാവില്ല, നില്ലാണ്. രണ്ടാമത്തെ MOC നോക്കിക്കേ നിങ്ങൾ, 18 മൈനസ് 15, 1 മൈനസ് 0 എത്രയാ? 3 ഡിവൈഡഡ് ബൈ 1, 3 അടുത്തത് നോക്കിക്കേ നിങ്ങൾ, 15 മൈനസ് 12, 2 മൈനസ് 1,
എത്രയാ? 3/1 3 അങ്ങനെ ഓരോ MOC ഈക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുക. നിങ്ങൾ നോക്കിക്കേ, MOCയുടെ കോളത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ MOC എല്ലാം കോൺസ്റ്റന്റ് ആണ് അല്ലെ, ഒരേ സംഖ്യയാണ്. ഇങ്ങനെ ഒരേ സംഖ്യയാണ് MOC വരുന്നതെങ്കിൽ PPCയുടെ ഷേപ്പ്, ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി എന്തായിരിക്കും? ലീനിയർ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും അല്ലെ, ഒരു നേർരേഖയായിരിക്കും. അതിനെന്താ പേര് പറയാ? ലീനിയർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? PPCയുടെ ഷേപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. there are 3 shapes അല്ലെ, കോൺകേവ് ടു ഒറിജിൻ, കോൺവെക്സ് ടു ഒറിജിൻ, then ലീനിയർ സ്ട്രൈറ്റ് ലൈൻ, ഒരു നേർരേഖ. 3 ആകൃതികളെ കുറിച്ച് പഠിച്ചു. ഈ ആകൃതികൾ വരാനുള്ള കാരണം എന്താണ്? MOCയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് അല്ലെ. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ MOC എല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട്, സ്ഥിരമായതുകൊണ്ട് PPCയുടെ ഷേപ്പ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും, ഒരു നേർരേഖയായിരിക്കും. ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ കാര്യം. നെക്സ്റ്റ് 2012 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6 2 മാർക്കിനുള്ള ചോദ്യമാണ്. കംപ്ലീറ്റ് ദി ഫോളോവിങ് ടേബിൾ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. 2 കോളങ്ങളുള്ള ഒരു ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കോളം ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ. രണ്ടാമത്തെ കോളം ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കണോമി, കമ്പോള സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഓക്കെ, 2 പോയിന്റ്സ് ആണ് എഴുതി വെക്കേണ്ടത്. 2 സാമ്പത്തിക സംവിധാനങ്ങളുടെയും 2 സവിശേഷതകളാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി ഓർ സോഷ്യലിസ്റ്റ് ഇക്കണോമി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ നോക്കിക്കോളൂ. ഒന്നാമത്തെ ഫീച്ചർ എന്തായിരുന്നു? സെൻട്രലി പ്ലാനിംഗ്, സമഗ്രമായ ആസൂത്രണം. രണ്ടാമത്തെ പോയിന്റ് ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റ് ആയിരിക്കും ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്, പൊതുമേഖല എന്ന് പറയും. ഒരു പോയിന്റ് കൂടെ അഡീഷണൽ ആയിട്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. ക്ഷേമ ലക്ഷ്യം അല്ലെ, സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യം എന്താണ്? വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമമാണ്. ആണല്ലോ, 3 പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. 2 പോയിന്റ്സ് മതി, അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് കൂടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി മാർക്കറ്റ് ഇക്കണോമിയുടെ 2 ഫീച്ചേഴ്സ് നോക്കാം. കമ്പോള സമ്പദ് വ്യവസ്ഥയുടെ 2 സവിശേഷതകൾ നോക്കിക്കോളൂ. ഫസ്റ്റ് വില സംവിധാനം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനത്തിലൂടെയാണ്. എവിടെ? കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തെ സവിശേഷത എന്തായിരുന്നു? ഇവരുടെ മോട്ടീവ് അല്ലെങ്കിൽ ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് അല്ലെ, ലാഭം പരമാവധിയാക്കുക എന്നാണ്. മൂന്നാമത്തെ സവിശേഷത അല്ലെങ്കിൽ ഫീച്ചർ സ്വകാര്യ മേഖല അല്ലെ, പ്രൈവറ്റ് സെക്ടറിന്റെ കൺട്രോളിലായിരിക്കും എല്ലാ ഡിസിഷൻസും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ചെറിയൊരു ഭാഗമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്യണം, അതുപോലെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.